Hi friends, welcome to the video. ഇന്ന് നമ്മൾ പഠിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ബയോളജി ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് എടുത്തിരുന്നത്. അതിൽ സിനാപ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ, പല തരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, എപ്പോഴും നമ്മൾ തരംതിരിക്കുന്ന കേസിൽ എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ എന്തിനേയും തരംതിരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂറോണിനെ സെൻസറി ന്യൂറോൺ എന്നും അതേപോലെ തന്നെ നമ്മുടെ മോട്ടോർ ന്യൂറോൺ എന്നും തരംതിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു, ബ്രെയിനിലേക്ക് പോകുകയാണോ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോവുകയാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധിക്കാം. സെൻസറി ന്യൂറോണിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രെയിനിലേക്ക്, ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലേക്കും അതേപോലെ തന്നെ സ്പൈനൽ കോഡിലേക്കും മെസ്സേജസ് കൊണ്ടുപോകുന്നതാണ് ആര്, നമ്മുടെ സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോൺ ആണെങ്കിൽ ക്യാരി ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മെസ്സേജസ് ബ്രെയിനിലേക്കും അതേപോലെ തന്നെ സ്പൈനൽ കോഡിലേക്കും പോകുകയാണെങ്കിൽ അത് കൊണ്ടുപോകുന്നത് ഏത് വഴിയായിരിക്കും, സെൻസറി ന്യൂറോൺ വഴിയായിരിക്കും. അതല്ല മറിച്ച് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് മെസ്സേജസ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇമ്പൾസ് പോകുന്നതെങ്കിൽ നമുക്ക് അതിനെ പറയാം അത് ഏത് വഴിയായിരിക്കും, ആ പോകുന്ന ന്യൂറോണിനെ പറയുന്ന പേരാണ് മോട്ടോർ ന്യൂറോൺ. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ ടു ആണ്, ടു ദ ബ്രെയിൻ, യെസ്, ടു ദ ബ്രെയിൻ, ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ടു ആണ് ഇവിടെ, ടു ആണ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. യെസ്, ഈ കേസിൽ വരുന്ന സമയത്ത് ഫ്രം ദ ബ്രെയിൻ ആണ്, ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് അടുത്ത് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നെർവ്സിനെ കുറിച്ചിട്ടാണ്. നെർവ്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ന്യൂറോൺസ് തന്നെയാണ് നെർവ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ആ ഒരു വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, എന്താണ് നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, നെർവ്സ് എന്താണ്. ഓക്കെ, നെർവ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നെർവ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ എന്ന് പറഞ്ഞു. ആൻഡ് അഗൈൻ വേറൊരു കാര്യം പറയാം, ന്യൂറോൺ ഓർ നെർവ് സെൽ. ഓക്കെ, ന്യൂറോൺ എന്ന് പറഞ്ഞാലും നെർവ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ കാര്യമായിട്ട് അവർ വ്യത്യാസം കാര്യമൊന്നുമില്ല. ന്യൂറോൺ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ നെർവ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ്, you know that nerves are group of axons. ആക്സോണുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ നെർവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെർവ് എന്താ പറയുക, കവർ ചെയ്തിട്ടുള്ളത് കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ്. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നെർവ് അല്ലെങ്കിൽ നമ്മുടെ ആക്സോൺസിനൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നെർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ഓൺ ദ ബേസിസ് ഓഫ് ദർ ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓൺ ദ ബേസിസ് ഓഫ് ദർ ഫംഗ്ഷൻ. നമ്മൾ അപ്പൊ നേരത്തെ ചോദിക്കും, നമ്മൾ നേരത്തെ 2 എന്നല്ലേ പറഞ്ഞേ, 2 തരത്തിൽ എന്നല്ല ചോദിച്ചാൽ. ഇന്നും അതുപോലെ തന്നെ ഇന്നൊരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എത്ര ടൈപ്പ് നെർവ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എന്നാണോ എഴുതേണ്ടത്? ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്, സെൻസറി ന്യൂറോൺ ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോൺ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വരുന്ന നോക്കിയാൽ ഇവിടെ 3 എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് എന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഇവിടെ പക്ഷേ ഓൺ ദ ബേസിസ് ഓഫ് their ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷന്റെ ബേസിൽ 3 ആയിട്ട് തരംതിരിക്കാം. വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം പറയുന്നത് അതിന്റെ ഡിറക്ഷന്റെ ബേസിൽ 2 ആയിട്ട് തിരിക്കാം, സെൻസറി ന്യൂറോണും അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോണും.
പക്ഷെ ഇവിടെ പറയുന്നത് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ഇത് വരുന്നുണ്ട്, സെൻസറി നെർവ് വരുന്നുണ്ട്, മോട്ടോർ നെർവ് വരുന്നുണ്ട്, അതേപോലെ തന്നെ മിക്സ്ഡ് നെർവും വരുന്നുണ്ട്. ഓക്കെ, നോക്കാം. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയുണ്ട്, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം, എത്രയുള്ളൂ, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം various parts of the body to the brain and spinal cord. Okay, അപ്പൊ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ശരീരത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും മെസ്സേജസ് എത്തുന്നത് എന്തുവഴിയാണ്? നമ്മുടെ സെൻസറി നെർവ് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ മോട്ടോർ നെർവ് എന്താണ്? അത് നേരെ തിരിച്ചാണ്. carries impulses from brain and spinal cord to various parts of the body. ഇത് നേരെ തിരിച്ചാണ് കേട്ടോ. ഓക്കെ, ഒന്ന് പറയാം. അതായത് ഫസ്റ്റ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൻസറി നെർവ് carries impulses from various parts of the body. various parts of the body. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഹാൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഹാൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഹാൻഡ് ഇവിടെ നിന്ന്, അപ്പൊ ഇതൊരു ഒരു ബോഡി പാർട്സ് ആണെങ്കിൽ, ഒരു ബോഡി പാർട്ട് ആണെങ്കിലും അപ്പൊ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് മെസ്സേജ് എവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ ബ്രെയിനിലേക്കും അല്ലെങ്കിൽ സ്പൈനൽ കോഡ്, ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നോക്കാം, ഇവിടെ നിന്ന് അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എന്ത് വഴിയാണ്? സെൻസറി നെർവ് വഴിയായിരിക്കും. അതല്ല മറിച്ച് ഇങ്ങനെയാണെങ്കിൽ സെൻസറി ആണ്, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള മെസ്സേജസ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് മോട്ടോർ നെർവ് വഴിയായിരിക്കും. എന്നാൽ ചില നെർവ്സ് എന്ത് ചെയ്യും? മിക്സ്ഡ് നെർവ് ആണ്. അതില് എന്തുണ്ടായിരിക്കും? സെൻസറി നെർവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മോട്ടോർ നെർവ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ടു ആൻഡ് ഫ്രം. ഇവിടെ നിന്ന് അവിടേക്കും പോകും, അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും മെസ്സേജസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. സെൻസറി നെർവ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മെസ്സേജസ് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്നതാണ് സെൻസറി നെർവ്. ഓക്കെ, മോട്ടോർ നെർവ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് മെസ്സേജസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, പക്ഷേ മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കും, ബ്രെയിനിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസ് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ മിക്സ്ഡ് നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ള നെർവ്സ് ആൻഡ് ദർ ഫങ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നെർവസ് സിസ്റ്റം. ഓക്കെ, the nervous system consists of two parts. Okay, നമ്മൾ again ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് രണ്ട് ഇലുസ്ട്രേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, what do you think is really important? എന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുമോ? ഓക്കെ, ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒന്നാമത്തെ പിക്ചർ സെലക്ട് ചെയ്യാനാണ് സാധ്യത. കാരണം അതിൽ എന്തുണ്ട്? നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സംഭവം നമുക്ക് അറിയുന്നുണ്ടാവില്ല, സ്പൈനൽ കോഡ് എന്താണെന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഞാൻ ചെറുപ്പത്തിലാണെങ്കിലും നമ്മുടെ ചെറിയ ക്ലാസ്സിൽ, ചിലപ്പോൾ 10ാം ക്ലാസ്സിലായിരിക്കും സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ അല്ല, ശരിക്ക് ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഇവിടെയും ഉണ്ട്. പക്ഷെ ഇതിനെ നമുക്ക് എന്ത് പറയാം? സെൻട്രൽ ആണ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. The nervous system consists of two parts, namely the central nervous system, which is this one, and the peripheral nervous system, which is this one. ഇതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലുസ്ട്രേഷൻ 1.6 ഇതാണ് 1.6. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് ബ്രെയിൻ ഉണ്ട്, രണ്ടാമത്തത് സ്പൈനൽ കോഡ് ഉണ്ട്. ഓക്കെ, ബ്രെയിനിൽ നിന്ന് കണക്ഷൻ വരുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക്. ഓക്കെ, പിന്നീട് ഇവിടെ പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. അതിലും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ക്രാനിയൽ നെർവ്സ്, അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്രാനിയൽ നെർവ്സ്. ഉണ്ട് 12 പെയറാണ്. 12 പെയർസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 324 ആണെന്ന് നമുക്ക് പറയാം. സ്പൈനൽ നെർവ്സ് ഉണ്ട് 31 പെയറാണ്, വിച്ച് ഈസ് 62 ആണ് നമ്പറിൽ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു സംഭവം നോക്കി വയ്ക്കുക കേട്ടോ. നമ്മുടെ സ്പൈനൽ കോഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. സോ അതൊന്ന് നോക്കി വയ്ക്കുക. അങ്ങനെ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നെർവസ് സിസ്റ്റം രണ്ടായിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞു. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ
ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്പൈനൽ നെർവ്സ് ആൻഡ് ക്രാനിയൽ നെർവ്സ്. അത് എത്ര പെയർ ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല. പെയർ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് 12 ആൻഡ് 31. ഓക്കെ, 24 ഉണ്ട്, അതുപോലെ തന്നെ 62 ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി ബ്രെയിനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു പിക്ചർ ഒന്ന് നിരീക്ഷിക്കാം. ഓക്കെ, പിക്ചർ നോക്കാം. ഇതാണ് നമ്മുടെ ബ്രെയിൻ. ഓക്കെ, പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബ്രെയിനെ വരയ്ക്കില്ല. ബ്രെയിനല്ല, നമ്മൾ സ്കള്ളിനെ വരയ്ക്കും. സ്കള്ളിനെ നമ്മളിങ്ങനെ 1001 അതുപോലെ തന്നെ 101 ഇട്ടിട്ട് ബ്രെയിൻ അല്ല കേട്ടോ, സ്പൈനൽ കോഡ് നമ്മളെ സ്കള്ള് വരയ്ക്കില്ല പണ്ട്. ഇങ്ങനെ സ്കള്ള് വരയ്ക്കാറുണ്ട്. ഓക്കെ, ഇത് പണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട് ഇങ്ങനെ. നെക്സ്റ്റ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ വേറൊരു സാധനം പറഞ്ഞേരെ, വേണമെങ്കിൽ നോക്കുക. ഓക്കെ, വേറൊരു സംഭവം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കുഞ്ഞു കഥയാണേ. വി ഉണ്ടല്ലോ, വിക്ക് അപകടം പറ്റി കിടക്കാനേ. വിക്ക് അപകടം പറ്റി എം ആശുപത്രി കൊണ്ടുപോയി, 2 സ്റ്റിച്ച് ഇട്ടു, ഒരു ഇഞ്ചക്ഷൻ കുത്തി, 222 രൂപയായി, ബാക്കി 2 രൂപ തിരിച്ചു കിട്ടി. ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ടൊക്കെ ചിത്രം വരയ്ക്കാറുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, ഫൈൻ. നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ്, ബ്രെയിൻ. യെസ്, ബ്രെയിൻ ഇസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം. ഓക്കെ, നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിന്റെ ഒരു കാര്യം പറയട്ടെ. ഇത് സ്കള്ളാണ്. ബ്രെയിൻ ഉള്ളത് എന്തിൻ്റെ ഉള്ളിലാണ്? സ്കള്ളിന്റെ ഉള്ളിലാണ് നമ്മുടെ ബ്രെയിൻ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാം തലയോട്ടിയാണ്. തലയോടിനുള്ളിലാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, തലയോട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാർഡ് വൺ. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്കള്ളിന്റെ ഉള്ളിൽ ബ്രെയിൻ ഇരിക്കുന്ന സമയത്ത് ഇത് നമുക്കിപ്പോൾ അപ്പോൾ ബോക്സിങ്ങിനാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, ഫൈറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ പഞ്ചസൊക്കെ കിട്ടുന്ന സമയത്ത്, ഇവിടെ പഞ്ചസ് കിട്ടിയ കുഴപ്പമില്ല, ഇവിടേക്കൊക്കെ പഞ്ചസൊക്കെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബ്രെയിനും സ്കള്ളും തമ്മിൽ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ടച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കാനായിട്ട് വേറൊരു സിസ്റ്റം കൂടി നമ്മുടെ ശരീരത്തിലുണ്ട്. അതെന്താണെന്നുള്ള പറയാം. അപ്പോൾ ആംബുലൻസ് ഒക്കെ അപ്പോൾ ആംബുലൻസ് പോണതാണ്, ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹെൽമെറ്റ് നല്ല രീതിയിൽ ധരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ സ്കള്ളിന്റെ ഉള്ളിലായിട്ട് മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസ് ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. നമ്മളിപ്പോൾ ഒരു ആമസോണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഒരു കാർഡ്ബോർഡിന്റെ കവർ ഉണ്ടായിരിക്കും. അത് കൂടാതെ ഇങ്ങനെ ബബിൾ ഇതുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ പൊട്ടിങ്ങനെ ടിക് ടിക് പൊട്ടുന്നില്ലല്ലോ, നേരത്തെ പൊട്ടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം കിട്ടും. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ മെനിഞ്ചസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഒരു ലെയർ അല്ലേ, ഇതൊരു ലെയർ അല്ലേ, ഇതേപോലെ തന്നെ 3 ലെയർ. ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ കവർ അല്ല കേട്ടോ. മെനിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് കവറിംഗ് ആണ്. ലെയേഴ്സ് ഉണ്ട്, മെനിഞ്ചസിന്റെ 3 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്, സ്കൾ ഉണ്ട്. അതുകൂടാതെ മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര എണ്ണാണ്? 3 ലെയേഴ്സ്, 3 ലെയറുകളുള്ള മെനിഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഈ മെനിഞ്ചസിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മെനിഞ്ചസിന്റെ ഈ പറയുന്ന നമ്മുടെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ഈ ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഇവിടെ CSF എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. CSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ചോദ്യത്തിൽ വാട്ട് ഈസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് CSF എന്ന് ചോദിക്കാറുണ്ട്. സോ കൺഫ്യൂഷൻ ആവണ്ട, കാരണം ഇത്രയേ ഉള്ളൂ. CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിന് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ആദ്യം സ്കള്ളുണ്ട്. സ്കള്ളിന്റെ ഉള്ളിലായിട്ട് മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസ് എത്ര ലെയർ ഉണ്ട്? 3 ലെയർ ഉണ്ട്. 3 ലെയറുള്ള മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ നോക്കാം ബ്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രെയിൻ ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. Based on the indicators, analyze figure 1.4 and the description, understand how the brain gets nutrition and protection. Okay, എങ്ങനെയാണ് ബ്രെയിനിന് പ്രൊട്ടക്ഷനും ന്യൂട്രീഷനും ഒക്കെ കിട്ടുന്നുണ്ടാവുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ന്യൂറോൺസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആക്സോണിനെ പൊതിഞ്ഞിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു? ഒരു ഷ്വാൻ സെൽ ഇങ്ങനെ എൻസർക്കിൾ ചെയ്തതിന് ശേഷം എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു? യെസ്,
ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലിൻ ഷീത്ത് പോലെ തന്നെ ഇവിടെയുള്ളത് എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. മൈലിൻ ഷീത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്സോണിന് പോഷകങ്ങളും ഓക്സിജനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മൈലിൻ ഷീത്ത് ആണ്. പക്ഷേ ഇവിടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ട്. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്കളിന്റെ ഉള്ളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസിന്റെ ഉള്ളിൽ അത് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 3-layered membrane. മെനിഞ്ചസിന്റെ പ്രത്യേകത എന്താണ്? 3 ലെയർ ഉള്ള ഒരു മെംബ്രെയിൻ ആണ്. ഓക്കെ, the cerebrospinal fluid, which is CSF, is filled within the inner membranes of meninges and the ventricles of the brain. Okay, ബ്രെയിനിന്റെ വെൻട്രിക്കിളുകളിലും അതേപോലെ തന്നെ നമ്മുടെ ഇന്നർ മെംബ്രെയിൻ ഉള്ളിലത്തെ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, the cerebrospinal fluid formed from the blood. Okay, അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ CSF ഉണ്ടാവുന്നത് ബ്ലഡിൽ നിന്നാണ്. ഓക്കെ, ബ്ലഡിൽ നിന്ന് ഉണ്ടാവുകയും ബ്ലഡിലേക്ക് തന്നെ അത് റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം. The cerebrospinal fluid formed from the blood is reabsorbed into the blood. ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. The functions of the cerebrospinal fluid are എന്തൊക്കെയാണ് ഇതിന്റെ ധർമ്മങ്ങൾ? Are to provide nutrition and oxygen to the tissues of the brain. ബ്രെയിനിന്റെ, തലച്ചോറിന്റെ, മസ്തിഷ്കത്തിന്റെ കലകൾക്ക് പോഷണം നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ധർമ്മമാണ്. രണ്ടാമത്തേത് റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലത്തെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ CSF ആണ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. And to protect the brain from ഇഞ്ചുറീസിൽ നിന്ന് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും എന്തുതന്നെയാണ്? നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്, ഒരു പരിധി വരെ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് നമ്മൾ മേലൊക്കെ ഇട്ടിട്ട് പിടിക്കാറുണ്ട് ചെറിയ കുട്ടികളിലൊക്കെ. അപ്പോൾ ആണുങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെടുത്തിട്ട് മേലൊക്കെ എടുക്കും, എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടോ പിടിക്കുന്നുണ്ടോ? കുറേ കഴിഞ്ഞിട്ടല്ല, ഞാനൊരു ഇതിൽ പറഞ്ഞാണേ. ഓക്കെ, എന്നാലും കുറച്ച് ഹൈറ്റിലൊക്കെ ഇടാനായിട്ട് തോന്നും. പക്ഷേ ഇത് ആ സമയത്ത് കുട്ടികളുടെ തലയോട്ടി അല്ലെങ്കിൽ ആ ഭാഗമൊന്നും ശരിക്കും ഉറച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സീഷർ ആൻഡ് ഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ബ്രെയിനിന് സ്ക്രാച്ചസ് വരുന്ന സമയത്ത്. ഫിക്സിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് സിഗ്നലുകളായിട്ടാണ് നമ്മൾ മെസ്സേജസ് പോകുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ തലച്ചോറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് ഈ സാധനങ്ങൾ പോകുന്നത്. ആ സമയത്ത് കൈൻഡ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്താണ് ഈ എപ്പിലെപ്സി അല്ലെങ്കിൽ ഫിക്സ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. സോ അതിനെക്കുറിച്ച് പറയാം പിന്നീട്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ബ്രെയിനിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചാണ്. ശരിക്കും നമ്മൾ സാധാരണഗതിയിൽ ബ്രെയിനിന്റെ പാർട്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നത് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലംഗാറ്റ. ഇതാണ് സാധാരണഗതിയിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ദർ ആർ 2 more. തലാമസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് ഉണ്ട്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ബ്രെയിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ 3 മാത്രമാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാണുന്നത് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് സെറിബ്രമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. കാര്യമായിട്ടുള്ള സ്പെഷ്യാലിറ്റി തന്നെ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. ന്യൂമറസ് ഫീച്ചേഴ്സ്, ഒരുപാട് മടക്കുകളും ചുളിവുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഈ മടക്കുകളും ചുളിവുകളും കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടി ബുദ്ധിശക്തി കൂടുതലാണ് എന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഓക്കെ, സയൻസ് പറയുന്നത് അങ്ങനെയാണ്, ബട്ട് യെസ് അങ്ങനെയാണെന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ സൈസ് കൂടും. ഇത് കൂടുന്ന സമയത്ത്, ഈ മടക്കുകളും ചുളിവുകളൊക്കെ കൂടുന്ന സമയത്ത് ബ്രെയിനിന്റെ സൈസ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ബുദ്ധിശക്തി കൂടുതലാണ് എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. റൈറ്റ്, ന്യൂമറസ് ഫിഷസ് ആൻഡ് ഫോൾസ് ആർ സെയിം നമ്മൾ പറഞ്ഞു. പിന്നെ the grey colored outer part of the cerebrum is called cortex. Okay, സെറിബ്രത്തിന്റെ പുറത്തെ ഭാഗം ഒരു ഗ്രേ കളറാണ്. ആ ഭാഗത്തിനെ പറയുന്നതാണ് കോർട്ടെക്സ് എന്ന്. അതിന്റെ ഉള്ളിലത്തെ ഭാഗം ഒരു വൈറ്റ് കളറാണ്. ഇതിനെ പറയുന്നതാണ് മെഡുല. ഓക്കെ, വേറൊരു കാര്യം കൂടിയിട്ടാ ഇന്ന് വേറൊരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെറിബ്രത്തിന്റെ അവിടെ മെഡുല എന്ന് കണ്ടല്ലോ, ഇവിടെയും മെഡുല ഉണ്ടല്ലോ, ഇത് രണ്ടും ഒന്നാണോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും മെഡുല ഒബ്ലംഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് മനസ്സിലായി. പക്ഷേ മെഡുല ഒബ്ലംഗേറ്റിനെ മെഡുല എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ മെഡുല എന്ന് പറയുന്നത് ഇന്നർ പാർട്ടാണ്. നമ്മുടെ വൈറ്റ് കളറുള്ള ഇന്നർ പാർട്ടിനെയാണ് ഇവിടെ മെഡുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മെഡുല ഒബ്ലംഗേറ്റ് വേറൊരു പാർട്ടാണ്, വേറൊരു ഭാഗമാണ്, ഐ മീൻ ബോഡി പാർട്ടാണ്. ഓക്കെ,
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് തോട്ട്, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഇതിനൊക്കെ ഒരു ഇമാജിനേഷൻ, ഇതിന്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കിയേ, ഇവോക്ക് സെൻസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, 5 ഇന്ദ്രിയങ്ങളുണ്ട്. നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, കണ്ണ്. യെസ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, കണ്ണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എന്താണ് 5 സെൻസ് ഓർഗൻസ് എന്ന് പറയും. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള മെസ്സേജസ്, അതായത് കണ്ണിൽ നിന്നുള്ള മെസ്സേജസ് ഒപ്റ്റിക്കൽ നെർവ് വഴി നമ്മുടെ ബ്രെയിനിന്റെ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ സെറിബ്രത്തിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ കേൾവിയിൽ നിന്നുള്ള മെസ്സേജസ് ഓഡിറ്ററി നെർവ് വഴി പോകുന്നത് നമ്മുടെ സെറിബ്രത്തിലേക്കാണ്. അതേപോലെ തന്നെ നമ്മൾ സ്പർശനം അല്ലെങ്കിൽ തൊടുന്ന സമയത്ത്, ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജസ് ഒക്കെ പോകുന്നത് സെറിബ്രത്തിലേക്കാണ്. നമ്മൾ സ്മെൽ ചെയ്യുന്ന സമയത്ത് സ്മെൽ പാർട്ടിക്കിൾസ് പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് വരുന്നതൊക്കെ എവിടേക്ക് പോകുന്നത്? നേരെ പോകുന്നത് സെറിബ്രത്തിലേക്കാണ്. പിന്നെ എന്തായിരുന്നു? അപ്പോൾ രുചിക്കുന്നതും നേരെ പോകുന്നത് സെറിബ്രത്തിലേക്കാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ മെസ്സേജസും പോകുന്നത് നമ്മുടെ സെറിബ്രത്തിലേക്കാണ്. ഓക്കെ, സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ടുള്ളതുണ്ട്. കണ്ണിന്റെ ഫ്ലോ ചാർട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ കണ്ണിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനുണ്ട്. ഫ്ലോ ചാർട്ട് വരയ്ക്കാനല്ല, ഇങ്ങനെ എഴുതാനായിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾ ഫ്ലോ ചാർട്ട് തന്നെ പറയുന്നതിന്. ഓക്കെ, അതേപോലെ തന്നെ ചെവിയുടെ ഫ്ലോ ചാർട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം എവിടേക്കാണ് പോകുന്നത്? അവസാനം പോകുന്നത് നമ്മുടെ സെറിബ്രത്തിലേക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ചെവിയുടെ കേസിൽ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ചെവി യൂസ് ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേൾക്കാനായിട്ട്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡി ബാലൻസിങ്ങിനായിട്ട്. ബോഡി ബാലൻസിങ്ങിന്റെ മെസ്സേജ് പോകുന്നത് ഇവിടേക്കല്ല, സെറിബ്രത്തിലേക്കല്ല പോകുന്നത്, അത് പോകുന്നത് സെറിബലത്തിലേക്കാണ്. ഓക്കെ, അത് പോകുന്നത് സെറിബലത്തിലേക്കാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവോക്ക് സെൻസേഷൻസ് ഇവോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, controls voluntary movement. Voluntary movements means നമ്മുടെ ഇച്ഛാനുസരണം, നമുക്ക് ഇച്ഛാനുസരണം പറയാൻ പറ്റില്ല, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, ഓക്കെ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിനെയാണെന്ന് പറയുന്നത് വോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ വിചാരിക്കണം എനിക്ക് നടക്കണം, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിനെന്ന് പറയുന്ന വോളണ്ടറി മൂവ്മെന്റ് അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ വിച്ച് ഈസ് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനാണ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യണം, കുറേ നേരം അടിച്ചുകൊണ്ടിരിക്കണം, കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ബിക്കോസ് ഇത് ഇൻവോളണ്ടറി മൂവ്മെന്റിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നത്, ബ്രീത്ത് ഔട്ട്, അത് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിനൊക്കെ വേണമെങ്കിൽ പറ്റിയെന്ന് വരാം. അപ്പോൾ അതാണ് അതിൻ്റെ എക്സംഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ കണ്ണ് ചിമ്മുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയാണെങ്കിൽ അത് വോളണ്ടറി ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കേണ്ടത് ഇങ്ങനെയല്ല. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കേണ്ടത് ഇങ്ങനെ പഠിക്കുക, അതായത് നമ്മുടെ അറിവോടെ അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഞാൻ കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ബിക്കോസ് ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈവൻ ഇല്ലാണ്ടൊരു കളിയില്ല, അതുകൊണ്ടാണേ. ഓക്കെ, നമ്മളെന്താ പറഞ്ഞേ? യെസ്, ഓക്കെ, അതായത് നമ്മുടെ 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 ഒരു അറിവോടെ അല്ലാതെ ഇപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ണ് ചിമ്മുന്നുണ്ട്, എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അറിവോട് കൂടിയിട്ടല്ല സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. നമ്മൾ അറിവോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വോളണ്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. റൈറ്റ്, ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത സെറിബലമാണ്, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബലം എന്ന് പറയുന്നത്. സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 flaps. ഓക്കെ, 2 ഫ്ലാപ്പായിട്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. 2 ഫ്ലാപ്പായിട്ട് കാണപ്പെടുന്നു, 2 ദളങ്ങൾ പോലെ കാണപ്പെടുന്നു. ഓക്കെ, ആൻഡ് ഫിഷസ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസന്റ്. ഇവിടെ എന്തുണ്ട്? ചുളിവുകളും മടക്കുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. അതാണ് നമ്മൾ പറഞ്ഞത്, ശരീരത്തിന്റെ തുലന നില കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബെല്ലമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെവി പൊട്ടിയിട്ട് ഒറ്റയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ബാലൻസ് പോകും, നമ്മൾ എന്ത് ചെയ്യും? തല കറങ്ങിയിട്ട് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓക്കെ, റൈറ്റ്. അപ്പോൾ സെറിബെല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത മെഡുല ഒബ്ലങ്കറ്റ. ഓക്കെ, ഇത് പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ മെഡുല ഒബ്ലങ്കറ്റ എന്നാണ് പറയുക. ഓക്കെ, മെഡുല ഒബ്ലങ്കറ്റ. ഓക്കെ, മെഡുല ഒബ്ലങ്കറ്റ. ഓക്കെ, റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലങ്കറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന്റെ ഇതിന്റെ ഷേപ്പ് പറഞ്ഞ റോഡ് ഷേപ്ഡ് ആണ് കേട്ടോ.
റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വടി പോലെയുള്ള ഒരു ദണ്ട് പോലെയുള്ള ദണ്ഡാകൃതിയിലാണെന്ന് പറയാം. The rod shaped medulla oblongata is in below the cerebrum. സെറിബ്രത്തിന് താഴെയായിട്ടാണ് ഈ സംഭവം കാണപ്പെടുന്നത്. ഓക്കെ, ലൊക്കേറ്റഡ് നിയർ ദ സെറിബെലം. സെറിബെല്ലത്തിനോട് അടുത്തും സെറിബ്രത്തിന്റെ താഴെയുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. നമ്മൾ പറഞ്ഞു ഇൻവോളണ്ടറി ആക്ഷന് ഉദാഹരണമാണ് ഹാർട്ട് ബീറ്റ്, പിന്നെ ഈ പറയുന്ന ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ബ്രീത്തിങ് എന്നൊക്കെ പറയുന്നത്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോംഗാറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? മെഡുല്ല ഒബ്ലോംഗാറ്റയുടെ ഒരു പ്രത്യേകത പറഞ്ഞു വടി പോലെയാണെന്ന് പറഞ്ഞു. വടി ഷേപ്പ് ആണെന്ന് പറഞ്ഞു. വടിയുടെ അല്ലെങ്കിൽ ദണ്ട് പോലെയുള്ള ഷേപ്പ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വടി പോലെയുള്ള മെഡുല്ല ഒബ്ലോംഗാറ്റ അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബിക്കോസ് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് ഇതൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് മെഡുല്ല ഒബ്ലോംഗാറ്റയാണ്. നമ്മൾ മരിച്ചു. ഓക്കെ, ഏകദേശം ഈ ബാക്ക് പോർഷൻ ഒക്കെ ആയിട്ടാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോംഗാറ്റ വരുന്നത്. അവർക്ക് കടി കിട്ടി കഴിഞ്ഞാലായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ മെഡുല്ല ഒബ്ലോംഗാറ്റനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തലാമസ് സിറ്റുവേറ്റഡ് ബിലോ ദി സെറിബ്രം. സെറിബ്രത്തിന് താഴെയായിട്ടാണ് തലാമസ് സ്ഥിതി ചെയ്യുന്നത്. ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിൽ നിന്ന് ഉള്ള മെസ്സേജസും സെറിബ്രത്തിലേക്ക് പോകുന്നതും സെറിബ്രത്തിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നതായിട്ടുള്ള മെസ്സേജസിന്റെ റിലേ സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ആരൊക്കെ സെറിബ്രത്തിന്റെ ഉള്ളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ മെസ്സേജസ് സെറിബ്രത്തിന്റെ ഉള്ളിലേക്ക് പോകണം, ഏതിനൊക്കെ പുറത്തേക്ക് വിടണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ തലാമസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സം സ്റ്റുഡൻസ് മൈറ്റ് ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് സംതിങ്. വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലർ ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, ചിലർ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അഗൈൻ വേറൊരു കാര്യം കൂടിയിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സംഭവം കാണുന്ന സമയത്ത് ചിലപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അമ്മയുടെ കുക്കറിൽ ഇങ്ങനെ സംഭവം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പട്ടി കുറയ്ക്കുന്നുണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇഫ് യു ആർ ഫോക്കസ്ഡ്, നിങ്ങൾ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്ന സംഭവം ഒന്നും തന്നെ കേൾക്കില്ല. നിങ്ങൾ എന്ത് മാത്രമേ കേൾക്കുള്ളൂ? എൻ്റെ വോയിസ് മാത്രമേ കേൾക്കുള്ളൂ. പക്ഷേ നിങ്ങൾ വിചാരിക്കണേ ഈ പറയും കുറേ നേരം എന്തൊക്കെ പറയുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ശബ്ദങ്ങളും പുറത്തുനിന്നുള്ള പല ശബ്ദങ്ങളും കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തലാമസ് ആണ്. Analyze impulses from various parts of the body and sends the important ones to the cerebrum. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കടത്തിവിടുന്നത് കേട്ടോ. സെറിബ്രത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസിനെ മാത്രം കടത്തിവിടുന്ന ഒരു സംഭവമാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരെയും കടത്തിവിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫാനിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ എല്ലാ സൗണ്ടും ഇങ്ങനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. ഓക്കെ, സോ നമുക്ക് അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈപ്പോ എന്ന് പറയുന്ന വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഹൈപ്പോ എന്ന് പറയുന്ന വേർഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലോ 4ാമത്തെ ചാപ്റ്ററിലോ പഠിക്കാനായിട്ടുണ്ട്. കാരണം ഒന്നുമില്ല, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈപ്പോ വിച്ച് മീൻസ് താഴെ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ കുറവ് എന്നുള്ള അർത്ഥമാണ് ഹൈപ്പോന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാമസിന് താഴെ. ഓക്കെ, നമുക്കറിയാം പ്രഷർ, BP എന്ന് പറയില്ല, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന സംഭവം അത് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് അത്? ഹൈപ്പോ ടെൻഷനും ഉണ്ട്, ഹൈപ്പർ ടെൻഷനും ഉണ്ട്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയുന്നതാണ്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദിസ് തലാമസിന് താഴെയായിട്ടാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പ്ലേസ് എ മേജർ റോൾ ഇൻ ദി മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റേസിസ് വിച്ച് മീൻസ് നമ്മുടെ ശരീര ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഈ ഒരു കാര്യം പറയുന്ന സമയത്തും നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് ഇക്വിലിബ്രിയമാണ്, ശരീരത്തിന്റെ തുലന നിലയാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ആന്തര സമസ്ഥിതി പാലനമാണ്. ഓക്കെ, ആന്തര സമസ്ഥിതി പാലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഏകദേശം കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഹൈപ്പോ തലാമസ് ആണ്. എപ്പോൾ നമ്മൾ എണീക്കുന്നു, എപ്പോൾ നമ്മൾ ഉറങ്ങുന്നു, ഉറക്കം വരുന്നു, എണീക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് ഒക്കെ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ബോഡിയിലെ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അതും നമുക്ക് 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ചാപ്റ്ററിലായിട്ട് പഠിക്കാനായിട്ടുള്ളതാണ്. Next one, aren't you convinced of the importance of the brain? അപ്പോൾ ബ്രെയിനിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. Discuss the necessity of wearing helmets while riding 2 wheelers.
ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, 2 വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ധരിക്കണം, നമ്മുടെ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. വെറും ഹെൽമെറ്റ് അല്ല, നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രെയിനിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. സോ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടാണ്. സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. And thank you so much for watching this video. If you like this video, please like, share and subscribe. That's all. Thank you.